യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വിളിയെക്കുറിച്ചുള്ള വിഷയത്തെ വളരെ നന്നായി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തിന്റെ വിളി, ആ വിളി നമ്മളിലേക്ക് കടന്നു വരുന്നത് സുവിശേഷത്തിലാണ്. പക്ഷെ ഇന്ന് അനേക ആളുകളും സുവിശേഷത്തെ അവഗണിച്ച് പോകാറുണ്ട്. തീർച്ചയായിട്ടും സുവിശേഷത്തെ അവഗണിക്കുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നുള്ള ആ വസ്തുത തിരുവചനത്തിലൂടെ നമുക്ക് ബോധ്യമാകുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അതേ ശാസ്ത്രം പോലും വളരെ സാത്വീകരിച്ച് പറയുന്നതായ ഒരു കാര്യമായിരുന്നല്ലോ ലോകത്തുണ്ടായ ജലപ്രളയം. അതേ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം. ആ ജലപ്രളയത്തിൽ നീതിപ്രസംഗകനായി ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നല്ലോ നോഹ. നോഹ നീതിപ്രസംഗിയായി ദൈവം അവനോട് പറഞ്ഞതുപോലെ അന്ന് അവൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ നോഹയുടെ പ്രധാനപ്പെട്ട വിഷയം ദൈവം ഒരുക്കാൻ പോകുന്ന പെട്ടകം, ആ പെട്ടകത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. ആ പെട്ടകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, ലോകം മുഴുവനും ജലപ്രളയത്താൽ മുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുവരെയും പെരുമഴ കണ്ടിട്ടില്ലാത്തതായ ആളുകൾ, അതുവരെ കപ്പല് കണ്ടിട്ടില്ലാത്ത ആളുകൾ, അവർ ആ നോഹയുടെ പ്രസംഗത്തെ പുച്ഛിക്കുവാനിടയായി തീർന്നു. എന്നാൽ സംഭവിച്ചത് എന്തുവാ? ആ കൃപയുടെ വാതിൽ, അതായത് ആ പെട്ടകത്തിന്റെ വാതിൽ അവസാന നിമിഷം അടയുകയും ആർക്കും അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണം എന്നേക്കുമായി അവിടെയുള്ള ആളുകൾ, ആ 8 പേരൊഴികെ ബാക്കി എല്ലാവരും ഈ ഭൂമിയിൽ പട്ടുപോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇത് നോഹയുടെ കാലത്തിന് ഒരു മുൻകുറിയായി ദൈവം സ്നാനം എന്നുള്ള ആ വളരെ പ്രധാനപ്പെട്ട കൽപ്പന നൽകിയിട്ടുണ്ട്. സ്നാനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പലപ്പോഴും സ്നാനം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാറുള്ളത് അതൊരു സഭയോട് ചേരാനുള്ള ഒരു പ്രവൃത്തിയാണ് സ്നാനം എന്നുള്ളത്. പക്ഷെ അങ്ങനല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. അതായത് സുവിശേഷത്തോടുള്ള നമ്മുടെ അനുസരണം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് അതേ 3-ാം ദിവസം ഉയർത്തുന്നതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ അതിനോട് ചേരുവാനുള്ളതാണ് സ്നാനം എന്നുള്ള ശുശ്രൂഷ. നമ്മൾ അതിലൂടെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ പ്രവേശിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നോഹയുടെ കാലത്തെ ആ പെട്ടകവും ആ ഒരു സംഭവങ്ങളും സ്നാനത്തിന് ഒരു മുൻകുറി എന്നവണ്ണം പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് നോഹയെ പോലെ തന്നെ അനേക ദൈവദാസന്മാരെ ദൈവം അയച്ച് വരാൻ പോകുന്ന മറ്റൊരു ന്യായവിധിയെക്കുറിച്ചുള്ള വളരെ സവിസ്തരമായ വിളംബരം ഇന്ന് ചെയ്യുന്നുണ്ട്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് ആരംഭിച്ചതെങ്കിൽ നോഹയുടെ കാലത്തെക്കാളും അധികമായി പ്രാധാന്യമുള്ള ഒരു ന്യായവിധിയാണ് ലോകത്തിലേക്ക് വരുവാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്ന് ഈ സുവിശേഷത്തോട് പ്രതികരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മുൻപ് ഒരു ചരിത്രം ഈ ലോകത്തിനുണ്ട്. ആ ചരിത്രം നോഹയുടെ കാലത്തെ ചരിത്രമാണ്. പക്ഷെ ഇനി ഒരു ചരിത്രം അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതെ, നീതിപ്രസംഗിയായ നോഹയെ പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവം ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട്, സുവിശേഷം അറിയിച്ചുകൊണ്ട്. അവർ പ്രസംഗിക്കുന്നത് അതുതന്നെയാണ്. ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം കത്തിയഴിയാൻ പോകുകയാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്ന് പത്രോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവം ലോകത്തിന് വാണിംഗ് കൊടുത്തത് അത് സംഭവിക്കാൻ പോകുകയാണ്. പക്ഷെ അതിനു മുമ്പായി ദൈവം ഒരുക്കിയതായ ഒരു പെട്ടകം, അതേ നോഹയുടെ കാലത്തെ പെട്ടകം എന്ന പോലെ തന്നെ ഇന്ന് സഭ ഒരു പെട്ടകമായി നിൽക്കുകയാണ്. സഭയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ സഭയിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ സഭയിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ വചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതെ, അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ഞാൻ ഈ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥ തലങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങൾ കടന്നു പോകുന്നതാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുവാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ വിളിയുടെ പുറകിലുള്ള ഒരു നിർണയമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായി സംസാരിക്കാൻ ഇടയായി തീർന്നു.
യെരമ്യാ പ്രവാചകനോട് ദൈവം സംസാരിക്കുമ്പോൾ യെരമ്യാവിന്റെ അടുക്കൽ ദൈവം വന്നത് യെരമ്യാവിനെ വിളിച്ചതായ വിളിയെക്കുറിച്ചും അവൻ ചെയ്യേണ്ടതായ പ്രവൃത്തികളെക്കുറിച്ചും പറയാനാണ്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും യെരമ്യാ പറഞ്ഞ കാര്യം, ദൈവമേ, ഞാൻ ബാലനാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അവൻ പ്രതികരിച്ചപ്പോൾ ദൈവം അവനോട് പറയുന്നുണ്ട്, നീ ബാലൻ എന്ന് നീ പറയരുത്. കാരണം നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ അറിയുന്നതിനേക്കാളും ഉന്നതമേറിയ ഒരു അറിവും നിയോഗവും ഞാൻ നിനക്ക് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ഈ യെരമ്യാവിനെ പോലെ പറയുന്നവരായിരിക്കാം, ഞാൻ ഒന്നുമല്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കിങ്ങനെ ചർച്ചിൽ പോകാം, തിരിച്ചു വരാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ബൈബിൾ വായിക്കാം, അല്ല അല്പം ചെറിയ വാക്കുകളിലൂടെ എനിക്ക് പ്രാർത്ഥിക്കാം അറിയാം എന്നതിലപ്പുറം ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നീ അങ്ങനെ പറയരുത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. വാസ്തവത്തിൽ ആ ഒരു വാക്യം യെരമ്യാവിനോട് മാത്രമല്ല, നമ്മുടെ എല്ലാവരോടുള്ള വാക്യമാണ്. നമ്മൾ എല്ലാവരെയും ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ കണ്ടിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മെ എല്ലാവരെയും കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു എന്ന് മാത്രമല്ല, നമ്മുടെ മേലുള്ള ആ ദൈവത്തിന്റെ മുൻ അറിവ്, അതേ ദൈവത്തിന്റെ ഫോർ നോളജ് നമ്മെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ആ ദൈവത്തിന്റെ ഫോർ നോളജിൽ ദൈവം നമ്മെ പൂർണ്ണമായിട്ട് അറിയുകയും, അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന പോലെ, മുൻ അറിഞ്ഞവരെ അവൻ സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നോക്കണേ, മുൻ അറിഞ്ഞവരെ മുൻ നിയമിക്കുന്നതായ കർത്താവ്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി അവൻ നമ്മെ നിയോഗിച്ചിരിക്കുന്നു. യെരമ്യാവിനോടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ഇടിപ്പാനും പൊളിപ്പാനും പണിയുവാനും ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതേ ഒരു കാര്യം ഇന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്, ദൈവം നമ്മെ മുൻ അറിഞ്ഞു, അടുത്തത് ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു, അടുത്തത് ദൈവം നമ്മെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയെക്കുറിച്ചാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, അത് ഇന്നലെ തുടങ്ങിയതല്ല, മറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പ് ഈ ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ദൈവം. അതെ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനെ നാളോളം അത് തികയ്ക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ, ഈ ഒരു പ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചെങ്കിൽ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു കർത്താവല്ല. ദൈവം ഒരിക്കലും തന്റെ പ്രവൃത്തിയുടെ നടുവിൽ വെച്ച് നമ്മെ ഉപേക്ഷിക്കുന്നവരെ കർത്താവല്ല. ഞാൻ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ഒരു കാര്യം, കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അതെ, അവർ യേശുവിനോടൊപ്പം അക്കരയ്ക്ക് പോകുമ്പോൾ യേശു പടകിൽ ഉറങ്ങുകയാണ്. പക്ഷേ ശിഷ്യന്മാർ വലിയ കാറ്റും തിരമാലയും കണ്ട് പേടിച്ച് അവർ തണ്ടുവലിച്ച് അവർ ആ പടകനെ രക്ഷിക്കുവാൻ ആവതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുക എന്താണ് സംഭവിക്കുന്നത്. അവർ യേശുവിനെ വിളിച്ചു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് യേശു കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി അവരുടെ അവിശ്വാസത്തെ കർത്താവ് ശാസിച്ചു. അവരെ അക്കരയിലേക്ക് കർത്താവ് കൊണ്ടുപോയി. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് അവരെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ വഴിയിൽ ഏതെങ്കിലും പ്രശ്നം കണ്ടിട്ട് അവരെ വിട്ട് പോകുന്ന ഒരു കർത്താവല്ല. യേശുവിന് വേണമെങ്കിൽ അതേ അവൻ അപ്രത്യക്ഷമായതുപോലെ ഈ പടകിൽ ഈ ശിഷ്യന്മാരെ വിട്ട് അവരെ ഈ നടുക്കടലിൽ താഴ്ത്തിക്കൊണ്ട് കർത്താവിന് വേണമെങ്കിൽ അവിടുന്ന് പോകാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. ദൈവം നമ്മളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അത് തികയ്ക്കുന്നവനായൊരു കർത്താവാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സന്ദേശമായി പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. അത് നിത്യത മുതൽ തന്നെ ആ ഒരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ ആ പ്രവൃത്തിയുടെ ഒരു ഘട്ടത്തിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആ ഘട്ടം എന്ന് പറയുന്നത്, ദൈവം എന്നെ മുന്നറിഞ്ഞു, ദൈവം എന്നെ മുൻ നിയമിച്ചു, അടുത്തതായിട്ട് ദൈവം എന്നെ വിളിച്ചു, സുവിശേഷത്താൽ വിളിച്ചു, അടുത്തത് വിളിച്ച എന്നെ ദൈവം നീതീകരിച്ചിരിക്കുക. അതേ 33-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം. അതേ, നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നതായ അവസ്ഥയാണ്. പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്നവരായ ആളുകൾ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ദൈവം നിങ്ങളെ കണ്ടെന്ന്? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ദൈവം നിങ്ങളെ മുൻ നിയമിച്ചുവെന്ന്?
നിങ്ങൾ അറിഞ്ഞില്ലേ ദൈവം നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളത്? ദൈവം നിങ്ങളെ നീതീകരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം നിങ്ങളെ തേജസ്കരിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ വിളിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നവർ ആയിത്തീരണം. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു ദൈവത്തിൻ്റെ നിത്യതയുടെ പദ്ധതിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നില്ലെങ്കിൽ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പാകെ, ഈ വചനത്തിനു മുമ്പാകെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കണം. എന്തിനു വേണ്ടിയാണ്? ആ ദൈവത്തിൻ്റെ മുന്നറിവിൽ ഞാൻ ഉണ്ടായിരുന്നു. ദൈവം എന്നെ മുൻ നിശ്ചയിച്ചതുപോലെ, മുൻ നിയമിച്ചതുപോലെ ഞാൻ ആയിത്തീരണം. അടുത്തത് ആ വിളിയോട് ഞാൻ പ്രതികരിച്ച് ദൈവത്തിന് നീതീകരണം പ്രാപിക്കുകയും അതേപോലെ തന്നെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതായ ആ ആത്മീയമായ തേജസ്കരണത്തിലേക്ക് വന്ന് ആ നിത്യതയിൽ ആ തേജസ്സോടുകൂടെ അവനോടൊപ്പം എന്നേക്കുമായി വാഴുവാൻ തക്കവണ്ണമുള്ള ആ ആത്മീയ അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മെക്കുറിച്ചുള്ള ആ നിത്യതയുടെ പദ്ധതിയിൽ നാം ഉൾപ്പെട്ടു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാർത്തയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഒരു വചനം കേൾക്കുമ്പോൾ അങ്ങനെ ഇല്ലാത്തതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖത്തിൻ്റെ ഒരു വാർത്തയാണ്. പക്ഷേ ആ ദുഃഖത്തിൻ്റെ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനേക്കാളേറെ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയുണ്ട്. നിങ്ങൾക്ക് ഇത് സുവർണാവസരമാണ്. എന്തിനു വേണ്ടി? കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിപ്പാനും ആ വിളിയോട് പ്രതികരിക്കുവാനും ദൈവത്തിൻ്റെ ആ നന്മകൾ, നിത്യത മുതൽ തുടങ്ങിയതായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും ആ തേജസ്കണത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസരം. അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ദൈവത്തിന് തൻ്റെ നിത്യമായ പദ്ധതി ഞങ്ങളെക്കുറിച്ചുണ്ട് എന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അവർക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെടുവാനും ഞങ്ങളുടെ വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വിളി പ്രാപിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നവരും തേജസ്കരിക്കപ്പെടുന്നവരും എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കണം നീ അവരെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.